മസാല ബോണ്ടിലെ ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ. ഇഡിയുടെ നോട്ടീസ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഫെമ നിയമലംഘനം എന്ന വാദം അടിസ്ഥാനരഹിതമെന്നും മുഖ്യമന്ത്രി കോടതിയിൽ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം ഈ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അത് സമാന കാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ്. അതായത് മസാല ബോണ്ടിൽ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്കടക്കം അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് 3 പേർക്കും നോട്ടീസ് അയച്ചത്. അതിൽ കിഫ്ബി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചു. ഇഡിയുടെ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ഇപ്പോൾ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് ഇഡി ആരോപിക്കുന്നത് പോലെ ഇക്കാര്യത്തിൽ ഫെമ നിയമലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ആരോപണം അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇത്തരത്തിലൊരു നോട്ടീസ് അയക്കുന്നത്. അത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും മുഖ്യമന്ത്രി ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിയുടെ ആരോപണം ഇഡിയുടെ ആരോപണം എന്ന് പറയുന്നത് ഈ കിഫ്ബി മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ വിനിയോഗിച്ചത് ഫെമ ലംഘനം ആണ് എന്നാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. RBIയുടെ 2015-2016 മാർഗനിർദ്ദേശപ്രകാരം അത് നിയമലംഘനമാണ് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അടിസ്ഥാന വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ലെന്നും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രേരിതമായ നടപടിയുടെ ഭാഗമാണ് ഇഡിയുടേത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഹർജിയിൽ പറയുന്നത്. RBIയുടെ 2019 മാർഗനിർദ്ദേശങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ എന്നതിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖല ഉൾപ്പെടുന്നില്ല. സംസ്ഥാനം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തത് 2019 അതുകൊണ്ട് 2016 2019 നിർദ്ദേശമാണ് ബാധകമാകുക എന്നൊക്കെ ഈ ഹർജിയിൽ വിശദീകരിക്കുന്നുണ്ട്. സമാന കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ കിഫ്ബിയും ഈ ഇഡി നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സമീപിച്ചപ്പോൾ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഏറ്റവും പ്രധാന കാര്യം, ഈ കിഫ്ബി നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി, അതിൽ വാദം കേട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി സമർപ്പിച്ച ഹർജിയും നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇനി കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനം.